നമസ്കാരം. മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് എത്രമാത്രം ഡാറ്റ ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഡാറ്റ വളരെ കുറഞ്ഞു പോയാൽ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് അതിന് ട്രെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ഡാറ്റ ഇനി വളരെ കൂടുതലാണ്, ഹൈ വേരിയൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ചിലപ്പം പോയി എന്ന് വരാം. അതുപോലെ തന്നെ അൽഗോരിതത്തിന് വേണ്ട ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കി ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട്. ഒരു ഹൈ ബയാസ് അല്ലെങ്കിൽ ഒരു ഹൈ വേരിയൻസ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ട്രെയിനിങ് സെറ്റ് അൽഗോരിതത്തിന്റെ ആക്യുറസിയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രെയിനിങ് ഡാറ്റ, രണ്ടാമത്തത് നമ്മുടെ വാലിഡേഷൻ ഡാറ്റയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടുത്തെ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം ഒരു ഹൈ ബയാസ് സിറ്റുവേഷൻ ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അൽഗോരിതം ഹൈ ബയാസ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ എറർ വേഴ്സസ് ട്രെയിനിങ് സെറ്റ് വേരി ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എറർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രെയിനിങ് സെറ്റ് എന്നുള്ള എറർ, അതാണ് ഈ യെല്ലോ ഗ്രാഫ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രോസ് വാലിഡേഷന്റെ എറർ, അതാണ് ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്നത്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രെയിനിങ് സെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡാറ്റ കൂട്ടുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ എക്സ് ആക്സിസിൽ കൂടുതൽ പോയിന്റ്സ് എടുക്കുക എന്നുള്ളതേ അർത്ഥമുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ജെ ട്രെയിൻ നമുക്ക് നോക്കാം. ജെ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിനിങ് സെറ്റിന്റെ എറർ ആണ് നമ്മൾ പറയുന്നത്. എറർ ആദ്യം വളരെ കുറവായിരിക്കും. ആദ്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സെറ്റ് കുറവാണെങ്കിൽ ജെ ട്രെയിൻ എററും വളരെ കുറവായിരിക്കും. അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. പിന്നെ പതുക്കെ അത് കൂടി വരും. എറർ കൂടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അത്ര നല്ലൊരു കാര്യമല്ല. കാരണം നമുക്ക് എറർ കുറയാണ് വേണ്ടത്. ഇവിടെ ട്രെയിനിങ് സെറ്റിന്റെ എറർ തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടി അത് ക്രോസ് വാലിഡേഷൻ എററിന്റെ ഓൾമോസ്റ്റ് അടുത്തെത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നിങ്ങൾ ക്രോസ് വാലിഡേഷൻ എറർ നോക്കുകയാണെങ്കിലോ ആദ്യം വളരെ കൂടുതലായിരിക്കും, പിന്നീട് അത് കുറയുന്നുണ്ട്, പക്ഷെ സിഗ്നിഫിക്കന്റ് ആയിട്ടൊന്നും കുറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു എററിന്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് എററും അതുപോലെ തന്നെ ക്രോസ് വാലിഡേഷൻ എററും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നീട് അവിടുന്ന് ഒരു കോൺസ്റ്റന്റ് ലൈൻ ആണ് ഇത് എടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ട്രെയിനിങ് സെറ്റ് കൂട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ട്രെയിനിങ് സെറ്റിന്റെ എററും അതുപോലെ തന്നെ ക്രോസ് വാലിഡേഷന്റെ എററും ഏതാണ്ട് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ അൽഗോരിതം ഓൾറെഡി ഹൈ ബയാസ് സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ട്രെയിനിങ് സെറ്റ് കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഹൈ ബയാസ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ട്രെയിനിങ് സെറ്റിനെ കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ട്രെയിനിങ് സെറ്റ് ഇനി കൂടുതൽ കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങളുടെ ഹൈ ബയാസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഹൈ വേരിയൻസ് കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. ജെ ട്രെയിൻ്റെ എറർ എങ്ങനെയാണ് മാറുന്നത് നോക്കാം. ആദ്യം വളരെ കുറവാണ്, പിന്നീട് കൂടുന്നുണ്ട്, പക്ഷേ സിഗ്നിഫിക്കന്റ് ആയിട്ടൊന്നും കൂടുന്നില്ല. കാരണം ഇതൊരു ഹൈ വേരിയൻസ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എറർ പൊതുവേ നമുക്ക് കുറവായിട്ടാണ് കാണേണ്ടത്. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാലേ അറിയാം ഇത് സ്ലൈറ്റ്ലിയേ കൂടുന്നുള്ളൂ, വല്ലാതെ ഒന്നും കൂടുന്നില്ല. ട്രെയിനിങ് സെറ്റിന്റെ എറർ കുറവ് തന്നെയാണ്. പക്ഷെ ക്രോസ് വാലിഡേഷന്റെ എറർ നോക്കൂ, തുടക്കം വളരെ കൂടുതലാണ്. നിങ്ങൾ ട്രെയിനിങ് പോയിന്റ്സ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ക്രോസ് വാലിഡേഷൻ എറർ കുറയുന്നതായിട്ട് കാണാം. അത് തന്നെയാണ് എക്സാക്ട്ലി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എറർ വളരെ കൂടുതലാണ്, പിന്നീട് അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. എന്താണ് വേരിയൻസ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അത് ജനറലൈസ് ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ അന്ന് സംസാരിച്ചതും ട്രെയിനിങ് എറർ കുറവായിരിക്കും, പക്ഷേ നിങ്ങളുടെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രോസ് വാലിഡേഷൻ എറർ കൂടുതലായിരിക്കും. ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കാണാം. ഇവിടെ ട്രെയിനിങ് എറർ കുറവാണ്, പക്ഷേ നിങ്ങളുടെ ക്രോസ് വാലിഡേഷൻ എറർ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ലോജിക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾ ട്രെയിനിങ് സെറ്റ് കൂട്ടിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഹൈ വേരിയൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ അഡ്രസ് ചെയ്യാനായിട്ട്? നിങ്ങളുടെ അൽഗോരിതം ഓൾറെഡി ഹൈ വേരിയൻസ് സിറ്റുവേഷൻ ആണ് ഡീൽ ചെയ്യുന്നത് എങ്കിൽ അവിടെ ട്രെയിനിങ് സെറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം അത് ഉപകരിക്കപ്പെട്ടേക്കാം. എങ്ങനെയാണ്? ക്രോസ് വാലിഡേഷൻ എറർ നോക്കുക, ഇതിന്റെ ഒരു ട്രെൻഡ് നോക്കുക. നിങ്ങൾ ട്രെയിനിങ് സെറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ഇത് ഇനിയും കുറഞ്ഞ് ഓൾമോസ്റ്റ് ജെ ട്രെയിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് മാത്രം കൊണ്ട് കാര്യമുണ്ട് എന്നല്ല പറയുന്നത്, പക്ഷേ ട്രെയിനിങ് സെറ്റ് കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്രോസ് വാലിഡേഷൻ എറർ കുറഞ്ഞ് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്, അൽഗോരിതം ഓൾറെഡി ഹൈ വേരിയൻസിലാണ് എന്നുണ്ടെങ്കിൽ മോർ ഡാറ്റ വിൽ പ്രോബബ്ലി ഹെൽപ്പ്. നോക്കുക, പ്രോബബ്ലി എന്നേ പറയുന്നുള്ളൂ. എന്നതിനർത്ഥം എപ്പോഴും നിങ്ങൾ ഡാറ്റ കൂട്ടി അഡ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഹൈ വേരിയൻസ് ആണ്. നിങ്ങൾ കൂടുതൽ ഡാറ്റ കൂടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഹൈ വേരിയൻസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ കൊടുത്തത് എന്താണോ അത് മാത്രം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് ജനറലൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഹൈ വേരിയൻസ് അല്ലെങ്കിൽ ഹൈ ബയാസ് സിറ്റുവേഷനിൽ ട്രെയിനിങ് സെറ്റ് കൂട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് മൈ ലേണിംഗ്.